ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധമുണ്ടായിരിക്കുകയെന്ന് മുഹമ്മദ് നബി. ആദ്യം കണ്ടത് ഹറാമാണ്, നോക്കിയത് ഹറാമാണ്, വ്യഭിചാരമാണ്. സംസാരിച്ചത് ഹറാമാണ്, നാവിൻ്റെ വ്യഭിചാരമാണ്. ഒരുമിച്ചിരുന്നത് വ്യഭിചാരമാണ്, സഹവാസ വ്യഭിചാരമാണ്. തൊട്ടത് വ്യഭിചാരമാണ്, സ്പർശന വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കൂല. കല്യാണത്തിനുണ്ടാകും പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വർത്താനം പറയാ, സംസാര വ്യഭിചാരം. സ്പർശ അൽ ഐനാനി സിനാഹുമാ അന്നദുറു ഹബീബുനാ റസൂൽ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു എന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ വ്യഭിചാരം, നമ്മൾ വിചാരിച്ചത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഗുഹ്യം കൊണ്ട് മാത്രമാകുന്നു എന്നാണ്. അല്ല, ഗുഹ്യം കൊണ്ട് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് വ്യഭിചാരം. ഒരാളൊരു നന്മ ചെയ്താൽ അതിന് 10 കൂലി അല്ലാഹു തആല കൊടുക്കും. ഒരു നന്മ വിചാരിച്ചാൽ തന്നെ അപ്പം അതിൻ്റെ കൂലി കൊടുക്കും. ഒരു നന്മ ഒരാളാണ് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്നാ വിചാരിച്ചു ഒരാൾ, എന്നാൽ അപ്പം തന്നെ ഓൻ്റെ ഏടിലൊരു ഹജ്ജിൻ്റെ കൂലി എഴുതും. സാലിം ഒരു ഹജ്ജ്, ഒറ്റ പൈസനും ചിലവില്ല. അപേക്ഷ കൊടുക്കാൻ 300 റുപ്യേൻ്റെ ചിലവുണ്ട്, വിചാരിക്കാൻ ഒറ്റ പൈസനും ചിലവില്ല. അപ്പം നമുക്ക് തോന്നുകയാണ് അതിപ്പോൾ ആരോഗ്യം ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക. ആരോഗ്യം തരണോ കൊണ്ടുപോയാലല്ലേ പോണ്ടുള്ളൂ. പൈസ ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക, പൈസ തരണോ തന്നാലല്ലേ പോണ്ടുള്ളൂ. വിചാരിക്കാൻ പൈസ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഈ ഇരിക്കണ എല്ലാവർക്കും ഒരു ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഈ ഇരിക്കണ ആണുകൾക്കും അപ്പുറത്തുള്ള പെണ്ണുകൾക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജിന് പോകണമെന്നൊന്ന് വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജ് ഒറ്റ പൈസൻ്റെ ചിലവില്ല, ഒരു പൈസയും വേണ്ട, ഒരു ഹജ്ജിൻ്റെ കൂലി. അല്ലാഹു തആല ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരും എന്ന് പറഞ്ഞത് നമ്മളെ പറ്റിച്ച മാമ സൂചി പോയപ്പോൾ പറഞ്ഞ മാതിരി പറഞ്ഞതല്ല. മാമ സൂചി പോയി തരാം. അപ്പോൾ പറഞ്ഞതിനെ ഈ സൂചിന് കിട്ടിയാൽ പള്ളിയൊക്കെ ഒരു പൊന്നിൻ്റെ സൂചി ഞാൻ കൊടുക്കുന്നു. അപ്പോൾ മാമാട് ചോദിച്ചു, മാമ ഈ ഇരുമ്പിൻ്റെ സൂചി കിട്ടിയിട്ട് ഒരു പൊന്നിൻ്റെ സൂചി പള്ളിയേക്ക് കൊടുത്ത് അങ്ങക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതല്ല, അള്ളാഹ് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരുന്ന്. ഹജ്ജിന് പോകാൻ വിചാരിച്ചാൽ കൂലി കിട്ടും, ഒരു പൈസയും ചിലവില്ല. അതുകൊണ്ട് വിചാരിക്കുക എല്ലാവരും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ വിചാരത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. നന്മയെ എപ്പോഴും വിചാരിക്കണം. അപ്പോൾ മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന് പറഞ്ഞതാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, ചെയ്താൽ 10 കൂലി കിട്ടും. അപ്പോൾ 11 കൂലിയായി. നോൽമ്പിനൊക്കെ പിന്നെ 70,000 എത്രയെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വരി ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നോമ്പിന്. ബാക്കിയുള്ളതിനൊക്കെ 70 നിസ്കരിച്ചാൽ 24 കൂലി ഏറെ, തലമറിച്ച് നിസ്കരിച്ചാൽ 25 കൂലി ഏറെ, ജുമാ നിസ്കാരത്തിന് തലമറിച്ചാൽ 70 ജുമാൻ്റെ കൂലി. അങ്ങനെയൊക്കെയാണ്. ഒരാൾ ജുമാക്ക് പള്ളിയേക്ക് എന്നിട്ടേ ഹൗദിൻ്റെ അവിടെ നിന്ന് ഒതുണ്ടാക്കി കയറുമ്പോൾ ആ തൂണിൻ്റെ ഓട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലുണ്ടാവും തലയെ കൗത്തണ കുറച്ച് സാധനങ്ങൾ. അത് എടുത്താണ്ട് ഒന്നും കൗത്തിയാൽ 70 ജുമാൻ്റെ കൂലി കിട്ടും. തരാൻ വേണ്ടി പറഞ്ഞാണ് അല്ലാഹു തആല, അല്ലാതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ന മാതിരി തന്നെ ഓരോ കാര്യവും തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഒരു നന്മ ഒരാൾ ചെയ്താൽ 10 കൂലി കിട്ടും. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല. കള്ളുടിച്ചെന്ന് ഒരാൾ വിചാരിച്ചു, അതിന് ശിക്ഷയൊന്നുമില്ല. ചെയ്താൽ ഒരു ശിക്ഷയേ ഉള്ളൂ. ഇരട്ടി ശിക്ഷയുള്ള ഒരു തെറ്റ് മാത്രമാണുള്ളത്. വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. വ്യഭിചാരിക്ക് ഖിയാമത്ത് നാളിൽ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ്. അൽ ഐനാനി സിനാഹുമാ അന്നദറു. കണ്ണിന്റെ വ്യഭിചാരം നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. വ്യഭിചാരം കുറേ ഉണ്ട്.
എൻ്റർടൈൻമെൻ്റ് വ്യഭിചാരമുണ്ട്, സ്റ്റാൻഡേർഡ് വ്യഭിചാരമുണ്ട്, ഒരുപാട് വ്യഭിചാരമുണ്ട്. ശിക്ഷ അല്ലാതെ ഒന്ന് തന്നെയാണ്. കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി സ്വന്തം മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂവ് ചൂടിയിട്ട് പന്തലിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി നിർത്തിക്കൊടുക്കുന്ന ഉമ്മയും വാപ്പയും വ്യഭിചാരത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല. വ്യഭിചാരശാല നടത്തിയതിൻ്റെ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യപുരുഷന് തൻ്റെ മകളോട് സംസാരിക്കാൻ അവസരം നൽകുന്ന വാപ്പ, കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ നിക്കാഹ് കഴിഞ്ഞാലല്ലേ ഞാനീ പറഞ്ഞത്, മുട്ടായി കൊടുത്തു, മുദ്രം കൊടുത്തു, മൊബൈൽ കൊടുത്തു, ഒക്കെ ശരിയായി, ഇനി വർത്താനം പറയാം. ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യപുരുഷന് തൻ്റെ രക്തത്തിൽ പിറന്ന മകളോട് സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും തൊടാനും നോക്കാനും അവസരം നൽകുന്ന വാപ്പയും ഉമ്മയും മാസങ്ങളോളം വ്യഭിചാരശാല നടത്തിയതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നല്ലോണം സൂക്ഷിക്കണം. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായി നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു ഇബാദത്താണ് നിക്കാഹ്. ഹറാമായ ഒരു വിഷയം ഹലാലാകാനുള്ള വഴിയാകുന്നു നിക്കാഹ്. നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. ഒരാൾ അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചു, അതിലവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് നബി. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 70 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു പുണ്യമായ ഇബാദത്താണ്. ഈ കുടുംബജീവിതം തട്ടിമുട്ടി ഇങ്ങനെ കണ്ട് പോട്ടെ എന്ന് തീരുമാനിക്കാനുള്ളതല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബി തങ്ങളുമുള്ള ജീവിതമാണ് പഠിക്കേണ്ടത്. എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് 9.5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയ്ക്കുള്ള ദൂരമല്ല, 9.5 കിലോമീറ്ററാണ് ദൂരം. മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 സ്നേഹങ്ങൾ വരണം. ഞാൻ പറഞ്ഞത് മഹബത്ത് എന്ന പ്രേമം, പ്രണയജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം 2 എണ്ണമാണ്. ഒന്ന്, ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കില്ല എന്നതാണ്. 2ാമത്തെ കാരണം, അള്ളാഹുവിനോടുണ്ടാവേണ്ടത് ജനങ്ങളോടുണ്ടായി. മഹബത്ത് അള്ളാഹിനോട് വേണ്ടതാണ്. എന്താ പ്രേമത്തിൻ്റെ പ്രത്യേകത? പ്രേമത്തിൻ്റെ പ്രത്യേകത എന്തിനാ എന്ന് ചോദിക്കാതെ അംഗീകരിക്കും എന്നതാണ്. പ്രേമുണ്ടായാൽ, പ്രണയമുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തിനാന്ന് ചോദിക്കൂല, അതേമാതിരി ചെയ്യും. അല്ലാഹു തആല നമ്മളോട് നോൽമ്പ് നോൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ വയറിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നോറ്റ് നോക്കായിരുന്നു. നിസ്കരിച്ചാൻ പറഞ്ഞാൽ സുബഹി നിസ്കരിച്ചാൽ യോഗൻ്റെ മാതിരി ആവുമെങ്കിൽ ഒന്ന് നിസ്കരിച്ച് നോക്കാം എന്നാണ് നമുക്ക് തോന്നണേ. എന്തേ? പ്രണയമില്ല. പ്രണയം ഉണ്ടെങ്കിൽ നോൽമ്പ് നോൽക്കാൻ പറഞ്ഞില്ലേ, ആ നോൽക്കന്നെ. അത് പിന്നെ എന്തിനാന്നില്ല. നിസ്കരിച്ചാൻ പറഞ്ഞല്ലോ, ആ നിസ്കരിച്ചാൽ പിന്നെ എന്തിനാന്നില്ല. ഇതാണ് പ്രണയം, അള്ളാഹിനോട് വേണ്ടതാണ്. സ്നേഹത്തിൻ്റെ 2ാമത്തേത് ഇഷ്കാണ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ അനുരാഗമാണ്. അതാണ് മുഹമ്മദ് നബിയോട് വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുരാഗം ഉണ്ടായാൽ എന്താ ചെയ്യുക? അനുരാഗം ഉണ്ടായാൽ പറഞ്ഞ മാതിരി പറയും, ചെയ്ത മാതിരി ചെയ്യും, ചിരിച്ച മാതിരി ചിരിക്കും, നടന്ന മാതിരി നടക്കും, ഇരുന്ന മാതിരി ഇരിക്കും. അതാണ് അനുരാഗം ഉണ്ടായാൽ ചെയ്യുക. അത് മുഹമ്മദ് നബിനോട് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ നടന്ന മാതിരി നടക്കുക, നബിതങ്ങൾ ഇരുന്ന മാതിരി ഇരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കടന്ന മാതിരി കിടക്കുക, നബി ചിരിച്ച മാതിരി ചിരിക്കുക. എങ്ങനെ നബിൻ്റെ ചിരി? ഇന്നമാ കാന യതബസ്സമു ലം യുറാദി റാസുഹു. നബിതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അള്ളാന്റെ റസൂല് പൊട്ടിച്ചിരിച്ചിട്ടില്ല. പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചിരിക്കുമ്പോൾ ശബ്ദമുണ്ടാവുക.
2 ചിരിക്കുമ്പോൾ അണപ്പല്ല് കാണുക. ഇത് രണ്ടും പൊട്ടിച്ചിരിയാണ്. മുഹമ്മദ് നബി ചിരിച്ച മാതിരി ചിരിക്കാം. ചിരിക്കാം, ചിരിപ്പിക്കാം, പരിധി വിടാൻ ഞാൻ മതി. ചിരിക്കണേനും കുഴപ്പമില്ല, അതിൻ്റെ ഒരു പരിധി ഉണ്ട്, അത് വിടരുത് എന്നേ ഉള്ളൂ. 2 കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചിരിക്കുമ്പോൾ. ഒന്ന്, ശബ്ദം പുറത്തു വരാൻ പാടില്ല. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തു വരാൻ പാടില്ല. അണപ്പല്ല് കാണാൻ പാടില്ല. കാരണം അള്ളാഹിന്റെ റസൂല് അണപ്പല്ല് കാണുന്ന തരത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തൻ്റെ ശമാഇലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുരാഗം ഉണ്ടായാല് ചെയ്ത മാതിരി ചെയ്യും, പറഞ്ഞ മാതിരി പറയും, നടന്ന മാതിരി നടക്കും, ഇരുന്ന മാതിരി ഇരിക്കും, ഭക്ഷണം കഴിച്ച മാതിരി ഭക്ഷണം കഴിക്കും, എല്ലാം ഇങ്ങനെ. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. നബി തങ്ങളോട് ഇത്താഅത്തല്ല വേണ്ടത്, ഇത്തിബാ ആണ് വേണ്ടത്, അനുകരണം. നബിതങ്ങൾ തുണിങ്ങുപ്പായെടുത്ത മാതിരി എടുക്കുക, നബിതങ്ങൾ മുടിയട്ട മാതിരി വെട്ടുക, നബിതങ്ങൾ തലകെട്ടിയ മാതിരി കെട്ടുക, നബിതങ്ങൾ ചെരുപ്പിട്ട മാതിരി ഇടുക, അങ്ങനെ. അതാണ് അനുകരണം. ഒക്കെ സുന്നത്തുകളാണ്, എല്ലാം ആദാബുകളുമാണ്, ഒക്കെ പാലിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിന് മുടി ഉണ്ടായിരുന്നു. കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലയെ കെട്ടുന്നതാണ് നബിതങ്ങളുടെ സാധാരണ രീതി. ഇടക്കൊക്കെ തൊപ്പി മാത്രവും നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൊപ്പി മാത്രമെങ്കിലും ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊപ്പിയുള്ളവർക്കൊക്കെ 3 എണ്ണം വേണം. 3 എണ്ണം കൂടി ഒപ്പിടാനല്ലല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇതാണ് ഇത്തിബാ. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിലുള്ളതാണ്. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. വേഷമിൽ സംതൃപ്തിത അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അങ്ങനെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ്. ഇമ്മ അങ്ങനെ എൻ്റെ കുട്ടിയുടെ തലമുക്ക് നോക്കിയപ്പോൾ ഒരു ഈമ ഉണ്ട് എന്ന് പറയണം. അതാണ് ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ. മുഅ്മിനീങ്ങൾ സ്വീകരിച്ചു വരുന്നത് 3 ഹെയർ സ്റ്റൈലാണ്. ഒന്നുകിൽ മുടി ഇതുവരെ വളർത്തിയിട്ട് ബാക്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പം വെട്ടുക. 3 രീതിയാണ് മുഅ്മിനീങ്ങൾ 1400 കൊല്ലമായിട്ട് സ്വീകരിച്ചു വരുന്ന നിലപാട്. അതിനെതിരിൽ നിലപാടുണ്ടായത് കുരിശ് യുദ്ധത്തിൻ്റെ സമയത്താണ്. കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത പടയാളികളെ തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റൈലാണ് കുറച്ച് സ്ഥലം വടിച്ചുങ്ങാണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വെട്ടിങ്ങാണ്ട് ബാക്കി നിർത്തുക. ആവലെന്ന് മനുഷ്യന്മാർക്ക് വലിയ പേടിയുള്ള സാധനമാണ്. പക്ഷെ തല ആവലാക്കാൻ ആർക്കും ഒരു പേടിയില്ല. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കാണ് നോക്കിയാൽ ഒരു ഈമാൻ തോന്നണ്ടേ. അതുകൊണ്ട് അവനാൻ്റെ മുടി എങ്ങനെ ആവണമെന്ന് അവനാൻ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഞാനതിൽ കയ്യൊക്കണമൊന്നുമില്ല. അങ്ങനെയാണ് മുഖത്തേക്ക് നോക്കിയാൽ എൻ്റെ കുട്ടിയുടെ തലമുക്ക് നോക്കിയാൽ ഒരു ഈമാണ്ട് എന്ന് തോന്നണം. അതാണ് നല്ല ഹെയർ സ്റ്റൈല് എന്ന് പറഞ്ഞത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റേ കുരിശുദ്ധത്തിൽ ജൂതന്മാരുണ്ടാക്കിയതാണ്. ആലോചിച്ചിട്ട് ചെയ്താൽ നന്നായി. കയ്യുമ്മൊരു നൂല് കെട്ടും ചിലവർ. ഒക്കെ വന്ന വഴി അറിയണത് വളരെ നല്ലതാണ്. നൂലുകെട്ടൽ എങ്ങനെ വന്നത്? മഹാഭാരത യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് രാമന് സീത കെട്ടിക്കൊടുത്തതാണ് ആ നൂല്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. മഹാഭാരതത്തിലുണ്ട്. ഹൈന്ദവ ആചാരമാണ്, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നൂല്, കയ്യുമുള്ള നൂലുകെട്ട്. നമ്മളെ സ്വാമിമാരെ കഴുത്തിലുള്ള രുദ്രാക്ഷം, കഴുത്തിലുള്ള മാലമ്മ ഉണ്ടാവും ഒരു മണി, ആ മണി അതിനെ രുദ്രാക്ഷം എന്ന് പറയാം. അത് ചേർത്ത നൂലായിരുന്നു കെട്ടിയിരുന്നത്. രക്ഷാബന്ധൻ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് അടിസ്ഥാന നൂല്. കുറേ കാലം കഴിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ വർഷത്തിലൊരിക്കൽ RSSൻ്റെ ശാഖകളിൽ വെച്ച് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവർ അല്ലാത്തവരെ, ഹിന്ദുക്കളല്ലാത്തവരെ പുറത്താക്കുമെന്ന് ശപഥം ചെയ്യും. ആ ശപഥം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിമ്പലായി കയ്യും ഒരു നൂല് കെട്ടും. അതിൻ്റെ രാഗി എന്നാണ് പറയുക. അതിന്മേൽ കുങ്കുമ നിറത്തിലുള്ള ഒരു പൂവുണ്ടാവും.
അതാണ് രണ്ടാമത്തെ നൂല്. മൂന്നാമത്തെ നൂല് ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ലോക പ്രണയ ദിനമുണ്ട്. യൂറോപ്പിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ ഈ നാട്ടിൽ ഞാനും പെണ്ണുങ്ങളെ പ്രേമിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. വാലന്റൈൻ എന്ന് പറയുന്ന ആൾ രാജാവിൻ്റെ മകളെ പ്രേമിച്ചു എന്നാണ്. അത് രാജാവ് അറിഞ്ഞപ്പോൾ അയാളെ കൊന്നു. ആ കൊന്ന ദിവസമാണ് ഫെബ്രുവരി 14. അന്ന് അയാൾ അനുസ്മരിച്ചുകൊണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കും കയ്യും ഒരു നൂല് കെട്ടി കൊടുക്കും. ആ നൂല് കെട്ടിയാൽ പിന്നെ അവിടെ നിന്നാണ്ട് ആങ്ങളിയും പെങ്ങളിയാകും എന്നാണ് ഇത്രേ ഓലെ വിചാരം. ഒരു പിന്നെ ആങ്ങളിയും പെങ്ങളുമായി ജീവിക്കുന്നതാണ്. അതിന് വേണ്ടി കെട്ടിക്കൊടുക്കുന്ന നൂല് ഫെബ്രുവരി 14. അതും പോയി. ഇപ്പോൾ ലാസ്റ്റ് ചുരിദാറിൻ്റെയും പാൻസിൻ്റെയും കൂടെ ഫ്രീ ആയിട്ടൊരു നൂല് കിട്ടും. അതാണ് ഇപ്പോൾ കുട്ടികൾ ഇടൽ. ഇനി അതല്ല ഏർവാടിയിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും അജ്മീറിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും ഇവിടെ കെട്ടണ്ട. അത് പണ്ട് മഹാഭാരത യുദ്ധത്തിന് പോകുമ്പോൾ രാമന് സീത കെട്ടിക്കൊടുത്ത നൂലും എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ഒഴിവായിക്കാളി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എന്ന് പറയാനാ. കുപ്പായത്തമ്മ പേര് എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. ടീഷർട്ടമ്മൊക്കെ ഉണ്ടാവും ഓരോരുത്തരെ പേര് എഴുതിക്കണം. ആ പേര് എഴുതി വെച്ച ആൾക്കാരെ പറ്റിയിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ അധിക കുട്ടികളുടെ പേരുമ്മയും ടീഷർട്ടമ്മയും കാണുന്ന എം എന്ന് തുടങ്ങുന്ന പേര് 6 കാമുകിമാർ നിലവിലുണ്ട്. ആൾക്ക് നിലവിൽ 6 കാമുകിമാർ നിലവിലുണ്ട്. അതൊക്കെ നമ്മളെ ഷർട്ടമ്മ എഴുതണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. കുടുംബജീവിതമാണ് വിഷയം. അപ്പോൾ ഇഷ്ക്, ഒന്ന് മഹബത്ത് പ്രണയം അള്ളാഹിനോട് ഉണ്ടാകേണ്ടതാണ്. 2 ഇഷ്ക് അനുരാഗം മുത്തുനബിയോട് ഉണ്ടാകേണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മവദ്ദത്ത് സ്നേഹം ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവേണ്ടതാണത്. 4 റഹ്മത്ത് വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടതാണത്. മവദ്ദത്ത് എന്ന് പറഞ്ഞ സ്നേഹം ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിൽ റഹ്മത്ത് എന്ന വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോടുണ്ടാവും. അപ്പോൾ കുടുംബജീവിതം അള്ള പറഞ്ഞ മാതിരിയാവും. അല്ലെങ്കിൽ ഉള്ള സമാധാനമാണ് പോയി കിട്ടും, കൂടുതൽ സമാധാനം വരുമൊന്നുമില്ല. ആരാ പറഞ്ഞാൽ പറഞ്ഞവരൊപ്പം പോവുക തന്നെ. നമ്മൾ പെണ്ണുങ്ങളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊപ്പം നിൽക്കും. നമ്മൾ പറയണില്ലേ? സ്നേഹം വചനത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ ചെറിയ കുട്ടിനോട് മോനെ എനിക്ക് ഉമ്മാനെ പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്നാ പറയാം. എന്താ കാരണം? ഉമ്മ കുട്ടിയെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നു എന്നതാണ് അതിൻ്റെ കാരണം. വാപ്പപ്പം മകനെ വിളിക്കുകയാണെങ്കിൽ കുഞ്ഞാമ്മതേന്ന് വിളിക്കും, ഏറിയ വാപ്പുട്ടിയെന്നും വിളിക്കും, കഴിഞ്ഞ് പരിപാടി. അതിലപ്പുറം ഒരു പേരില്ല. ഇമ്മാക്ക് അങ്ങനെയല്ല, കുട്ടിനെ വിളിക്കാൻ 100,000 പേരുകളാണ്. വിളിയാണ് തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല, ആയാതി പേരുകളുണ്ടാവും. സ്നേഹത്തിൻ്റെ ധാരാളം വചനങ്ങൾ ഉമ്മ പറയുന്നു. അതുകൊണ്ടാണ് മോനെ എനിക്ക് ഉമ്മാനെ വാപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയണതിൻ്റെ കാരണം. ആ വാണ്ടെങ്കിൽ ഒന്ന് ഇന്ന് സാലിം വൈസി പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് പെണ്ണുങ്ങളെ ചെവിൻ്റെ അവിടെ ചുണ്ടിങ്ങനെ വെച്ചിട്ട് എനിക്ക് എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ 6 മാസം അതിൻ്റെ ഒരു ഊർജം കിട്ടും. 6 മാസം കഴിയുമ്പോൾ ഒന്നുകൂടിയും പറഞ്ഞാൽ മതി. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും മവദ്ദത്ത് ഉണ്ടാവുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ റമദാൻ മാസത്തിലും പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട്. പിന്നെന്ത് റഹ്മത്താ? റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ വേണ്ടേ? എന്നാലല്ലേ ഉള്ളൂ. നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അടുക്കളയിൽ ഒരു സ്പൂണ് വീണാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ട്രെയിനിലിരുന്ന് ഉറങ്ങാൻ നമുക്കൊരു കുഴപ്പമില്ല. ഇരുമ്പും കൂട്ടിമുട്ടാണ് അവിടെ, ഒരു കുഴപ്പമില്ല. അടുക്കളയിൽ ഒരു സ്പൂണ് വീഴാൻ പാടില്ല. എന്നോട് അന്നാൾ തന്നെ പറഞ്ഞില്ലേ എന്നാണ്. ഇന്നാൾ പറയണതിന് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു വിഷയം സംഭവിക്കുന്നതിന് മുമ്പ് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. സംഭവിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നതാണ് ക്വാളിറ്റി. മനുഷ്യൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാം, ഇങ്ങനെയൊക്കെ വരും, അപ്പം എന്നെ മാതിരിയൊക്കെ ചെയ്യണം. പരിചരണത്തിലൂടെ മനസ്സിലാകുന്നതാണ് വാത്സല്യം. ഒരാളങ്ങനെ തൊട്ടാൽ ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരാളങ്ങനെ തൊട്ടാൽ നമുക്കൊരാളുടെ സ്നേഹമാണ്. ഒന്നെ മുതോമ്പുറത്തോ ഒന്നാണ് കൊടുത്താൽ ഒന്നൊന്ന് ഇതേ കൂടെ ഒന്ന് ഇങ്ങനെ തലോടി എന്ന് പറയും. ഇഷ്ടമില്ലാത്ത ഒരാളെ പോയിട്ടൊന്ന് പുറത്തു കൂടി ഇങ്ങനെ തോണ്ടിയാൽ മതി. അല്ലോ എൻ്റെ പുറത്തു കൂടി ആണ്ട് പേഞ്ചീറ്റ് എന്ന് പറയും. അപ്പോൾ സംഗതി രണ്ടും ഒന്ന് തന്നെ ഈ കാര്യം. സംഗതി രണ്ടും ഒന്നാണ്. ഈ റഹ്മത്ത് വാത്സല്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിലൂടെ മനസ്സിലാകുന്നതാണ്. ഖിദ്മത്തിലൂടെ സേവനങ്ങളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. ഭക്ഷണത്തിലൂടെയാണ് റഹ്മത്ത് ഭർത്താവിന് ഫീൽ ചെയ്യണത്. അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുന്നെടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല മത്തി കിട്ടിയാൽ അല്ലെങ്കിൽ അയില കിട്ടിയാൽ മുളകിട്ട് കറി വെക്കാൻ കഴിയാതെ ഡോക്ടറും എൻജിനീയറും ജില്ലാ കലക്ടറും ആയിട്ടൊരു കാര്യമില്ല. ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, കലക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, മീൻ കിട്ടിയാൽ നന്നായിട്ട് കറി വെച്ചിട്ട് കുട്ടികൾക്കും ഭർത്താവിനും കൊടുത്ത് ഒപ്പം ഇരുന്ന് തിന്നാൻ പറ്റുമോ, കുടുംബജീവിതത്തിൽ റഹ്മത്തുണ്ട് എന്ന് മനസ്സിലാവും. റഹ്മത്തിൻ്റെ പ്രകടനം ഭക്ഷണത്തിലാണ്, മവദ്ദത്തിൻ്റെ പ്രകടനം സംസാരത്തിലാണ്. ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടെങ്കിൽ ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടാവും. തിരിച്ചും ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ പരാതിയാണ്, കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല, ഒറ്റ ഒന്നിനും ഭക്ഷണം വേണ്ടപ്പോൾ, ഒറ്റ ഒന്നിനും ഭക്ഷണം. എന്തേ കാരണം? ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാണ് കിടക്കണേ. മുളകും പൊടി എല്ലാവർക്കും ഒരേ മുളകും പൊടി തന്നെയാണ്, മഞ്ഞൾ പൊടി എല്ലാവർക്കും ഒരു മഞ്ഞൾ പൊടി തന്നെയാണ്. പിന്നെ ചിലവരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈപുണ്യം എന്ന് നമ്മൾ പറയും. കയ്യിനല്ല പുണ്യം, മനസ്സിനാണ് പുണ്യം. മനസ്സാണ് ഭക്ഷണത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. പടച്ചോനെ ഉള്ളിങ്ങനെ കോയിന് കറി ഇങ്ങനെ വെക്കുന്നുണ്ട്, ഉള്ളിങ്ങനെ നുറുക്കിടുമ്പോൾ പടച്ചോനെ എൻ്റെ ഭർത്താവ് വരാണ്ടല്ല റബ്ബേ, ഇത് രുചിയുള്ളതാക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ മനസ്സ് ഈ ഭക്ഷണത്തിലുണ്ടാവും. അതാണ് ഭക്ഷണത്തിൻ്റെ രുചി. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം എന്തേ? മക്ക് മൊബൈലും കളിച്ചാലാണ് പണി. ഇനിയിപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ വരും, അപ്പോൾ ഇതിന് ഇത് എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണ്ടേ എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആക്കുകയാണ് അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ആ സാധനം എന്തെങ്കിലും ഒന്ന് ആക്കി തീർത്താൽ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇഷാബാങ്ക് കൊടുത്ത് ഉപ്പ വരും, ആ പണ്ടറക്കാല അപ്പോൾ അതിന് ഇതൊന്ന് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ആക്കണ്ടേ എന്നാണ്. അതെന്തേലും ഒന്നും ആവുന്നല്ലാതെ കഴിക്കാൻ രുചിയുള്ള സാധനമാവില്ല. റഹ്മത്തിൻ്റെ പ്രകടനം ഭക്ഷണത്തിലാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നിരിക്കണേ, ഡ്രൈവറും ഉണ്ടോ ഒപ്പം. പറയാനുള്ളത് പറയാന്നാണ്. മവദ്ദത്തിൻ്റെ പ്രകടനം സംസാരത്തിലാണ്.